കോവളം റാവീസ് ഹോട്ടൽ ഗ്രൂപ്പിലെ ലീല ഹോട്ടലിലാണ് ഞാനുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും 525 കോടി രൂപയുടെ ഒരു സ്കോളർഷിപ്പ് കുട്ടികൾക്കായിട്ട് വിദ്യാർത്ഥികൾക്കായിട്ട് ഏർപ്പെടുന്നത്. ഇത് ഏർപ്പെടുത്തിക്കുന്നത് ഡോക്ടർ ബി രവിപിള്ളയാണ്. പ്രമുഖ വ്യവസായി എന്നതിന് അപ്പുറം നമ്മുടെ വിദ്യാർത്ഥികളുടെ ക്ഷേമകാര്യങ്ങൾ അതീത തൽപരനായ അദ്ദേഹം അടുത്ത 50 കൊല്ലത്തേക്കാണ് ഈ സ്കോളർഷിപ്പ് ഏർപ്പെടുന്നത്. അപ്പോൾ ഡോക്ടർ രവിപിള്ള അക്കാഡമി എക്സലൻസ് സ്കോളർഷിപ്പ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു സംരംഭം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരത്ത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടും മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപ്പോൾ ഞാൻ ഈ ഹോട്ടലൊക്കെ നേരത്തെയൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ SKN പോട്ടിയുടെ സമയത്തൊക്കെ നമ്മൾ ഈ ഹോട്ടലിൻ്റെ കുറേ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ലോകത്ത് തന്നെ മോഡലാക്കാൻ പറ്റുന്നൊരു ഹോട്ടലാണ് ഈ റാവീസിൻ്റെ കീഴിലുള്ള ഈ ലീല. അപ്പോൾ ക്യാപ്റ്റൻ കൃഷ്ണൻ നായരുടെ ഒരു പാരമ്പര്യമൊക്കെ തുടങ്ങിയ ലീല ഹോട്ടൽ അവസാനം വ്യവസായിയായ ഡോക്ടർ ബി രവിപിള്ളയിൽ എത്തി നിൽക്കുന്നു. അദ്ദേഹമാണ് എനിക്കപ്പോൾ. നമസ്കാരം. നമസ്കാരം. ചേട്ടൻ എല്ലാ ഭാവങ്ങളും. കാരണം എന്താ പറയുക, നമ്മുടെ സാധാരണഗതിയിൽ ഇത്രയൊക്കെ പ്രശസ്തനായ ഒരു വ്യവസായി ആയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ കുട്ടികളിലും പുതിയ തലമുറയിലേക്ക് ഇത്രയും താല്പര്യം ഒരാൾ കാണിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു വലിയ അഭിനന്ദനം അറിയിക്കുന്നു. മാത്രമല്ല ചേട്ടൻ എന്നെ ഞെട്ടിച്ചു. പ്രത്യേകിച്ച് 525 കോടി രൂപയുടെ സ്കോളർഷിപ്പ് നമ്മുടെ കുട്ടികളെ കിട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. എനിക്ക് തോന്നുന്നത് ഇത്തവണ തന്നെ 10 കോടിയുടെ ഇത് കൊടുക്കുന്നു. ചേട്ടനെ ഇങ്ങനെ ഒരു പുരസ്കാരം ഏർപ്പെടുത്താനുള്ള കാര്യം എന്താ? ഞാൻ ജനങ്ങളോട്ട് വലിയ ബന്ധമുള്ള ആൾക്കാരാണ്. എൻ്റെ കൂടെ ഏതാണ്ട് 2 ലക്ഷത്തോളം ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് രാജ്യത്തിന്റെ ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ പ്രയാസങ്ങളൊക്കെ. അത് ഏതൊക്കെ രാജ്യങ്ങളിലാണ് പ്രധാനമായിട്ടും? ഇതിൽ ഒരുപാട് മലയാളികളും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? പണ്ട് മലയാളികളെ ഉള്ളായിരുന്നു. ഏറ്റവും കൂടുതൽ ഗൾഫിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത്. ഗൾഫ് നമ്മുടെ കേരളക്കാരുടെ ഒരു സ്വപ്ന നഗരിയാണത്, സ്വർഗ്ഗഭൂമിയാണ്. അതെ അതെ. എനിക്കൊന്ന് കേരളം ഇങ്ങനെ ആയതിന് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ്. ഗൾഫില്ലായിരുന്നെങ്കിൽ നമ്മളിങ്ങനെയൊന്നുമില്ല, കേരളമില്ല. അതെ അതെ അതെ, അതാണ് എൻ്റെ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഉയർന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ജോലിക്കാരുടെ സ്റ്റാൻഡേർഡ് ഉയർന്നത് ഗൾഫിലായതുകൊണ്ടാണ്. കാരണം ഗൾഫിൽ പല നാഷണാലിറ്റി ആൾക്കാരും ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ മത്സരം കാണുമ്പോൾ നമ്മുടെ ആൾക്കാരും അവനെ മത്സരിക്കാൻ തോന്നും. അതാണ് ഇത്തിരി മാറ്റം ഉണ്ടാകാൻ കാരണം. നമ്മൾ ഈ സ്കോളർഷിപ്പിലേക്ക് വന്നാൽ ഈ 525 കോടി എന്നുള്ളൊരു എമൗണ്ട് ഫിക്സ് ചെയ്യാൻ കാര്യം അത് കണക്കൂട്ടെ. അതും 50 കൊല്ലത്തേക്ക് ഈ മിനിമം 10 കോടി രൂപ ഒരു വർഷം 2 കോടി രൂപ ചിലവാകും നടത്താൻ വേണ്ടി. അന്ന് വരുന്നവർക്കെല്ലാം ഭക്ഷണമുണ്ട്, താമസം എല്ലാം. അപ്പോൾ അതുകൊണ്ടാണ് 50 വർഷം ഇത്ര വേണമെന്നുള്ളത്. ഇത് ആദ്യ വർഷമാണ്. ഇന്നാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അപേക്ഷകർ ആവശ്യത്തിന് കിട്ടിയോ? ഇഷ്ടം പോലെ കിട്ടി, വളരെ കൂടുതൽ കിട്ടി. ഇതെല്ലാം ഇത് ആരാണ് ഇത് തിരഞ്ഞെടുത്തിരിക്കുന്നത്? അവാർഡ് ചെയ്ത പ്രത്യേക ആൾക്കാർ, വിദഗ്ധരുണ്ട്. അവരാണ് ചെയ്യുന്നത്. പ്രൊഫഷണലായിട്ട് തന്നെ ചേരിക്കാം കംപ്ലീറ്റ് 100%. അപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് പ്രവാസി കുട്ടികൾക്ക് ഇതുകൊണ്ട് ഗുണം കിട്ടൂ ഉണ്ടാവും. അടുത്ത വർഷം തൊട്ട് 20% ആൾക്കാർ NRIയുടെ മക്കൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. എനിക്ക് ഇപ്പം അങ്ങയുടെ ഈ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ തുകയൊക്കെ പറഞ്ഞ ആൾക്കാർ ഞെട്ടിക്കുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഒരുപക്ഷെ അത് അങ്ങയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് അഭിമാനമുണ്ട്. കാര്യം ലോകം അറിയുന്നൊരു വ്യവസായിയായിട്ട് അങ്ങ് മാറി. അതും ഈ ചവറ പോലെ ഒരു സ്ഥലത്ത് ജനിച്ചു വളർന്ന് ആ ഗ്രാമത്തിൽ നിന്ന് ലോകത്തിലേക്ക് ചേക്കേറി ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക്, അത് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് പോയി എത്രയോ ആയിരങ്ങൾക്കാണ് അങ്ങ് ജോലി കൊടുത്തത്. അതൊക്കെ ചെറിയ ഒരു സംഭവമല്ല. കാരണം നമ്മൾ തൊഴിലായ്മയാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പം ഞാൻ ചോദിക്കുന്നത് അങ്ങ് പറയാം. ആയിരമാണെന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് ഫാമിലീസ് നമ്മൾ ഉയർത്തി അവിടെ സ്റ്റാൻഡേർഡ്. കേരളത്തിൽ മാത്രമല്ല, എൻ്റെ ഇന്ത്യയിൽ മൊത്തവും, നേപ്പാൾ, ഫിലിപ്പീൻ, കൊറിയ, പല സ്ഥലങ്ങളും ഈ ക്ഷേമ തൽപരത വിദേശ നാടുകളിലേക്കും കൊടുത്തിട്ടുണ്ട്. ഫിലിപ്പീൻസുകാർക്കും ഒക്കെ സഹായങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പലരുടെയും പട്ടിണി മാറ്റാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ പതുക്കെ ഒന്ന് ചവറയിലേക്ക് പോകാം. കൊല്ലം ജില്ലയിലെ ചവറയിലാണ് അങ്ങ് ജനിച്ചത്. അപ്പോൾ ഈ ഇത്രയും വലിയൊരു ബിസിനസ് ലോകം, ഒരുപക്ഷെ എനിക്കൊന്ന് വളരെ ചുരുക്കം മലയാളികൾക്ക് മാത്രം അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ് ഇത്രയും വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്ന് പറഞ്ഞത്. എനിക്കൊന്ന് അങ്ങ് ഉണ്ടാക്കിയ ചില ചരിത്രമൊന്നും മറ്റുള്ളവർക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ചവറയിലെ ഒരു സാധാരണ ബാലൻ ഇത്രയും വലിയൊരു വ്യവസായ ശൃംഖലയിലേക്ക് ചെന്ന് പെട്ടത്, ഇതൊക്കെ ചില ആക്സിഡൻസും ആയിരിക്കുമല്ലോ, ചെന്ന് പെട്ടത് എങ്ങനെയായിരുന്നു? അങ്ങ് ബേസിക്കലി ഒരു കർഷക കുടുംബത്തിലാണ്. കർഷകർ എന്തിന് ബിസിനസ്? അതെ, അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഈ ഒരു കർഷകനും പൈസ ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല, മിച്ചം ഉണ്ടാക്കാൻ പറ്റില്ല. കൃഷിയിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല, ഒരിക്കലും ആർക്കും പറ്റില്ല. അതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല. നിങ്ങളുടെ കുടുംബത്തിന്റെ ഒരു അവസ്ഥയൊക്കെ എങ്ങനെയായിരുന്നു? അച്ഛനും അമ്മയൊക്കെ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങാനൊക്കെ താല്പര്യമായിരുന്നു? ആർക്കും താല്പര്യമില്ല. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞാനും എനിക്കൊരു സിസ്റ്റർ ഉണ്ട്, 2 പേരുണ്ട്. ഈ 2 പേര്. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങ് ഒരു 15 വയസ്സുള്ളപ്പോൾ തന്നെ ഈ ബിസിനസിനെ കുറിച്ച് അങ്ങയുടെ തലയിൽ കുതിച്ചായിരുന്നു, വെളിച്ചം പകർന്നു. എങ്ങനെയോ വന്നു. ആദ്യത്തെ കച്ചവടം എന്തായിരുന്നു? ആദ്യം ഈ ഡെയിലി ചിട്ടി. അന്ന് ചിട്ടി സ്ട്രോങ് അല്ലേ? ഡെയിലി ചിട്ടി ഞാൻ ആൾക്കാർക്ക് പൈസ ആവശ്യമുണ്ട്. ഈ ഡെയിലി ചിട്ടി ക്യാപിറ്റൽ വേണ്ടായിരുന്നോ?
ആ ഈ കപ്പൽ വേണമെങ്കിൽ അന്ന് ഈ 10 മൂലധനം ഇല്ലാതെ തുടങ്ങിയ പരിപാടിയാണ്. പൈസ പലിശക്ക് എടുത്ത് തുടങ്ങിയതാണ്. ഓ അത് ശരി. അന്ന് 5% പലിശയാണ്. 100 രൂപയ്ക്ക് ഒരു മാസം 5 രൂപ. അത് പഴയ നാട്ടുപുറത്തെ വട്ടിയായിരിക്കും അല്ലേ? അതെ വട്ടി പലിശ. അപ്പോൾ അതെടുത്തിട്ടാണ് നമ്മൾ ഈ ചെറിയ കടക്കാർക്ക് കൊടുക്കും. അപ്പം നമുക്കല്ല 5 രൂപ ലാഭം കിട്ടും 100 രൂപയ്ക്ക്. അപ്പം അങ്ങനെ തുടങ്ങിയതാണ്. ആ ചിട്ടി വിജയിച്ചോ പൊട്ടിയോ? വിജയിച്ചു. ചുറ്റിക്കുഴപ്പമുണ്ടായില്ല. വിജയിച്ചു. ഈ കൊല്ലം ഈ ചവറയിലുള്ള കൊച്ചു കൊച്ചു ഇങ്ങനെയുള്ള ചെറിയ സ്മാൾ കച്ചവടത്തിൽ കടക്കാരുണ്ട്, ഇഷ്ടം കടയിൽ അവർക്കെല്ലാം കൊടുക്കും. അതിന് ദോഷം വെച്ചാൽ നമ്മൾ പിരിക്കാൻ പോകുമ്പം 6 മണി ആ സമയത്ത് അവന് മാറി നിൽക്കും, പൈസ തരാതിരിക്കാൻ വേണ്ടി. നമ്മൾ വേറെ സമയത്ത് പോകണം ഈ പൈസ വാങ്ങി. ഈ വീട്ടിൽ കാര്യമായിട്ട് പറമ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇഷ്ടംപോലെ പാടവും പറമ്പും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത്യാവശ്യമുള്ള കാശൊക്കെ വീട്ടിലുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് അങ്ങ് ചവറ വിടുന്നു, കൊല്ലം വിടുന്നു, അങ്ങ് കൊച്ചിയിലേക്ക് ചേർക്കുന്നു. അഡീഷണൽ പോക്കറ്റ് മണിക്ക് വേണ്ടിയാണ് തുടങ്ങിയത്. ഓക്കെ. അത് ഈ പഠിക്കാൻ വേണ്ടി വല്ല ഉപയോഗിച്ചോ അതോ? ഇല്ല, പഠിക്കാൻ വേണ്ടി വെച്ചാൽ ഈ മറ്റേ ഞാൻ പഠിച്ച ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കുളമില്ല. അപ്പോൾ ദിവസം ഈ ഞങ്ങളുടെ ചവറിൽ നിന്ന് ഈ ഇവിടെ പോകുന്ന 10 പൈസയാണ് അന്ന് ബസ്സിൽ. ഇപ്പം വീട്ടിൽ ഈ 20 പൈസ എടുത്തു. KSRTC ബസ്സാ? പ്രൈവറ്റ് ബസ്. ആ സ്ഥലത്ത് KSRTC പിന്നെ വന്നു. മനസ്സിലായി. 20 പൈസ തരുള്ളൂ. അപ്പോൾ നമ്മുടെ കൂട്ടുകാരെ എന്നും ചായ പിടിക്കാൻ പറ്റുമോ? അപ്പോൾ സ്വന്തമായിട്ട് അങ്ങനെ പൈസ ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായി. സ്വന്തം അങ്ങനെ ഡെയിലി ചിട്ടി ഇവിടെ തുടങ്ങി. അങ്ങ് കൊച്ചിയിലെത്തുമ്പോൾ ഈ ചിട്ടിന്ന് മാറി മറ്റെന്ത് വ്യവസായത്തിലേക്ക് പോയി? അങ്ങ് അവിടെ പഠിക്കാനാണ് പോയത്. അപ്പം എൻ്റെ ഇവിടെ ഈവനിങ് കോഴ്സിലാണ് പോയത്. അപ്പം FSCT കൊച്ചി ഇൻഫർമറി അതാണ് മെയിൻ. അവിടുത്തെ എഞ്ചിനീയേഴ്സ് പാർട്ട് ടൈം പഠിക്കാൻ വന്നു. അങ്ങനെയാണ് കൺസ്ട്രക്ഷനെ പറ്റി പഠിച്ചത്. അങ്ങനെ അവരുടെ സഹായത്തോടുകൂടിയാണ് ആദ്യത്തെ വർക്ക് FSCTയിലും കൊച്ചി ഇൻഫർമറിയിലും തുടങ്ങിയത്. ഈ 50 കൊല്ലത്തെ വ്യാവസായിക വളർച്ചയ്ക്ക് ശേഷം ഡോക്ടർ വി പിള്ള എന്ന് പറയുന്ന മനുഷ്യന് പത്മഭൂഷണമൊക്കെ കിട്ടി. എനിക്ക് പത്മശ്രീ പുരസ്കാര ജേതാവായി. അങ്ങ് എനിക്കൊന്ന് കേന്ദ്ര സർക്കാർ അങ്ങ് പത്മ അവാർഡ് തന്ന് ആദരിച്ചു. ഇതിനൊക്കെ ആലോചിക്കുമ്പോൾ ഇന്ന് നല്ല തിരക്ക് പിടിച്ചൊരു ജീവിതം. അങ്ങ് രാജ്യങ്ങളുടെ പല ടൈം സോണിലേക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. 3-4 മണിക്കൂർ ഉറങ്ങിയാൽ മതി എന്ന് വിശ്വസിക്കുന്ന ഒരു ശരാശരി കൂടുതൽ വിവരമുള്ളൊരു മലയാളിയായി മാറി. അപ്പോൾ ഇതിൽ അങ്ങയുടെ ഇന്നത്തെ ഇതാലോചിക്കുമ്പോൾ അങ്ങ് തൃപ്തനാണോ ജീവിതത്തിൽ? ഞാൻ സാമ്പത്തികമായിട്ടല്ല, എനിക്ക് എപ്പോഴും കൂടുതൽ വർക്ക് ചെയ്യണമെന്നൊരു ആഗ്രഹമാണ്. ഈ വർക്ക് ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിയല്ല, എങ്ങനെ കൂടുതൽ ആൾക്കാർ ജോലി കൊടുക്കുക, നമ്മുടെ പേര് നിലനിർത്തുക. ഇതാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഗ്യാസ് എന്താണ് എനർജിയാണ്. എനർജി ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചാൽ ഗ്യാസും റിഫൈനറിയും. അപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്നത് ഇന്ത്യക്കാർ ആരുമില്ല, വളരെ കുറവായിരുന്നു. അപ്പം നമ്മളാണ് ആദ്യമായിട്ട് തുടങ്ങിയത്. അല്ല, ഈ ഇതിനകത്ത് അങ്ങ് ഒരുപാട് മലയാളികളെ അങ്ങ് ഗൾഫ് നാട്ടിലേക്ക് കൊണ്ടുപോയി. എനിക്കൊന്ന് 70കളിലാണ് അങ്ങ് ഗൾഫ് നാട്ടിൽ, പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ എത്തുന്നത്. അന്ന് സൗദി അറേബ്യയിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു മണലാരണ്യം മാത്രമാണ്. അന്ന് ചെന്ന് അവിടെ ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അന്നൊരു ഒരു ഹിന്ദു സമുദായത്തിൽ ജനിച്ചു വളർന്ന ഒരാൾ ഇങ്ങനെ ഒരു മണലാരണ്യത്തിലേക്ക് ജോലി തേടി അല്ലെങ്കിൽ വ്യവസായങ്ങളൊക്കെ തേടി പോകുന്നു എന്ന് പറഞ്ഞാൽ അതൊരു അപൂർവ സംഭവമാണ് 70കളിൽ. ഞാൻ ഇവിടെ 77 എക്സാക്ട്ലി. അപ്പോൾ ഞാൻ ഇവിടെ ചെല്ലുമ്പോൾ മലയാളികളെ കാണാനേ ഇല്ല, ആരുമില്ല. സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു? സഹായിക്കാൻ ആരുമില്ലായിരുന്നു. മേലോട്ട് നോക്കി ആകാശം മാത്രം. അത് മാത്രം. ഏതൊരു പവർ ഉണ്ടോ എൻ്റെ ബാക്കിലുണ്ട് സഹായിക്കാൻ. അല്ല, അന്ന് അങ്ങ് ഒരു ജീവനക്കാരനാവാൻ ശ്രമിച്ചോ? അന്നേ ചെന്നിറങ്ങി ഉടനെ തന്നെ പൈസ വിട്ടാ പോയത്. സ്വന്തം കൊണ്ട് ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹത്തില്ല പോയത്. ഒരു കച്ചവടം തുടങ്ങാനുള്ള മനസ്സുണ്ട് അല്ലേ? ഉണ്ടായിരുന്നു. അവിടെ ഈ സൗദിയിൽ ആദ്യം തുടങ്ങിയ ബിസിനസ് എന്തായിരുന്നു? ആദ്യം തുടങ്ങിയത് മാൻപവർ സപ്ലൈ ആണ്. അതിലാണ് എനിക്കൊന്ന് ആദ്യം അങ്ങ് ശ്രദ്ധിക്കപ്പെടുന്നത്. അന്ന് ഈ പല അങ്ങനെ കമ്പനികളിൽ പരിചയപ്പെട്ടത്, ബിസിനസിനെ പറ്റി കൂടുതൽ പഠിക്കാൻ പറ്റും. ഈ ജീവിതത്തിലെ അങ്ങ് വെച്ചു പുലർത്തുന്നതിലെ നന്മ ഞാൻ അങ്ങയുടെ പല സംസാരത്തിലും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്ന്, അങ്ങ് ഇതുവരെ കൈക്കൂലി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ കൈക്കൂലിക്ക് എതിരാണ് പൊതുവെ. എന്നുവെച്ചാൽ മനുഷ്യൻ എന്തെങ്കിലും നേരായ വഴിക്ക് പോകണം, സത്യം ഇത്തിരി താമസിച്ചാലും തിരിച്ചറിയും എന്നുള്ള വിശ്വാസമൊക്കെ തന്നെ. ഒരുപക്ഷെ അങ്ങ് ഇത്രയും വലിയ വ്യവസായ ശൃംഖല പടുത്തുയർത്തുമ്പോൾ ഒരുപാട് ആൾക്കാർ കൈക്കൂലി വാങ്ങാനും കമ്മീഷൻ വാങ്ങാനും വരും. അതിലെ എങ്ങനെയാണ് അങ്ങ് ചെറുത്ത് നിന്നത്? ഈ 5 പതിറ്റാണ്ട് ഗൾഫ് ടൈമിൽ എവിടെ കൈക്കൂലി പാടില്ല. ഇപ്പം നമ്മൾ വലിയ പ്രോജക്റ്റ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യും. എത്തിക്സ് അതിനകത്ത് കൈക്കൂലി കൊടുക്കാൻ പാടില്ല. ഒരാൾ കൊടുക്കാൻ മാക്സിമം ഇത്രയേ കൊടുക്കാൻ പാടൂ, അത് കൊടുക്കാൻ പാടില്ല. കൊടുത്തു കഴിഞ്ഞാൽ ആ വർക്ക് തന്നെ കോൺട്രാക്ട് തന്നെ ക്യാൻസൽ ചെയ്യും. എത്തിക്സ് ആണ്. ഇന്ത്യയിലേക്ക് വന്നാലോ? ഇന്ത്യയിൽ ഞാൻ ഇവിടുത്തെ ആൾക്കാരോട് ബന്ധപ്പെടും. നമ്മുടെ ആൾക്കാരാണ്, നമ്മൾ കൈക്കൂലി കൊടുക്കാറുമില്ല. അങ്ങയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു. കേരളത്തിൽ ഈ ബിസിനസ്സൊക്കെ നടത്തിയ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല, ഹോസ്പിറ്റാലിറ്റി ഒഴിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ശരാശരി ഒരു ബ്രേക്ക് ഈവനായി പോകാനേ പറ്റൂ എന്നുള്ള അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈയിടെ ഒരു ഇന്ത്യൻ എക്സ്പ്രസ്സിലെ അങ്ങനെ ഇൻ്റർവ്യൂവിൽ ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണോ ഇപ്പോഴും? അങ്ങനെ എന്തുകൊണ്ടായിരിക്കാം കേരളത്തിൽ അത് സംഭവിക്കുന്നത്? മെയിൻ കാരണം വെച്ചാൽ ഒന്നാമത് കോസ്റ്റ് വളരെ കൂടുതലാണ്, ടഫ് കോമ്പറ്റീഷനാണ്.
കോസ്റ്റ് കൂടുതലാണ് അവിടെ. അന്ന് പിന്നെ ടഫ് കോമ്പറ്റീഷൻ, ആ ഇതാണ് മെയിൻ കാരണം. അല്ല അങ്ങ് കുറേ സ്ഥാപനങ്ങൾ കേരളത്തിലും തുടങ്ങിയിട്ടുണ്ടല്ലോ, ഇന്ത്യയിലും അങ്ങ് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പല വ്യവസായങ്ങളും ശ്രദ്ധിക്കുമ്പോൾ അവരെല്ലാം വികേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നു. ഡോക്ടർ രവിപിള്ളയുടെ കോൺസെപ്റ്റ് എന്താ ഇതിനകത്ത്? അത് എപ്പോഴും നല്ല ഒന്നും പോയാൽ ഒന്നേ കിട്ടുമല്ലോ, അതുകൊണ്ടാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഈ അങ്ങയ്ക്ക് ഇപ്പം ശരിക്കും അത്യാവശ്യം നമ്മൾ രക്ഷപ്പെട്ട് വരുമ്പോൾ നമുക്ക് പാരലായിട്ട് അത്യാവശ്യം ശത്രുക്കളും കൂടുമല്ലോ. അപ്പം ശത്രുക്കളുണ്ടോ? എനിക്ക് ശത്രുക്കളില്ല. ഒരു ശത്രുവും ഇല്ല. എൻ്റെ പോളിസി എന്ന് വെച്ചാൽ ഒരു രൂപ ഉണ്ടാക്കിയാൽ ഒരാളുടെ കണ്ണീരുള്ള ഒരു പൈസ ഉണ്ടാക്കാൻ പാടില്ല, അതായത് നിൽക്കത്തില്ല. നമ്മൾ സ്ട്രേറ്റ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്ത് പോവുക. ശത്രുക്കളുണ്ടെന്നറിഞ്ഞാൽ ഉറക്കം കിടുവൂ എന്ന് പറയുന്നു. എനിക്കത് എന്തിനും ശത്രു ഉണ്ടാക്കുന്നത്, നമ്മൾ പോസിറ്റീവ് പോവുക, ശത്രുവിനെ വിടുക, നമ്മൾ നമ്മുടെ കാര്യത്തിനും പോവുക. അല്ല ഈ നമ്മുടെ എപ്പോഴെങ്കിലും അങ്ങയുടെ ജീവിതത്തിൽ അങ്ങ് ശരിക്കും നമ്മളെനിക്കൊന്ന് ആദ്യകാലം ഗൾഫ് നാടുകളിലൊക്കെ ആദ്യം അങ്ങ് ചെന്നിറങ്ങുന്ന സമയത്ത് ചില അവഗണനയൊക്കെ അങ്ങ് അനുഭവിച്ചായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് അങ്ങയുടെ ഒരു മധുരതരമായ ഒരു പ്രതികാരം ഇഷ്ടപ്പെട്ടു. അതായത് അങ്ങയ്ക്ക് കൈതരാൻ വിസമ്മതിച്ച ഒരാളെ അങ്ങ് തന്നെ അയാളെ ജീവനക്കാരനായി കൂടെ നിർത്തി. കാരണം വെച്ചാൽ ഇപ്പം അന്നത്തെ കാലത്ത് ഇന്ത്യ എന്ന് വെച്ചാൽ പുവർ കൺട്രി, ഇന്ത്യയെ കുറിച്ചൊരു ബഹുമാനമില്ല, ഇന്ത്യക്കാരനെ കുറിച്ചും ഇല്ല, അന്നില്ല. ഇപ്പം ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇന്ത്യക്ക് എല്ലാം ഇതാണ്. അപ്പോൾ ഇന്ത്യക്കാരെന്ന് വെച്ചാൽ പൈസ ഇല്ലാത്ത പ്രവർത്തനങ്ങൾ. അങ്ങനെ കഴിയുമ്പോഴാണ് ഞാൻ വിളിക്കുമ്പോൾ ഒരു കാറ്, ഒരു വലിയ ഇപ്പം ഇത്ര രൂപയാണ് കാറ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ 10 വിലക്ക് ഞാൻ പറഞ്ഞ് അപ്പം തന്നെ വാങ്ങി. അപ്പം അത് ഇപ്പം ഇന്ത്യക്കാർക്കെല്ലാം നല്ല വില ഗൾഫിലുണ്ട്. ഇന്ത്യക്കാരെല്ലാം ഒന്നിനൊന്നും മെച്ചമാണുള്ള ധാരണയാണ്. രാഷ്ട്രീയക്കാരുമായിട്ട് ഒരു ചങ്ങാത്തമുണ്ടോ? ഇല്ല, ബന്ധമുണ്ട്, അടുപ്പമുണ്ട്, ഫ്രണ്ട്ഷിപ്പ്. അല്ല ഈ നമ്മുടെ നാട്ടിൽ പൊതുവേ ഈ രാഷ്ട്രീയ കക്ഷികളുമായിട്ട് നേതാക്കന്മാരുമായിട്ടൊക്കെ നല്ലൊരു സൗഹൃദം സൂക്ഷിച്ചില്ലെങ്കിൽ ഇവിടെ കച്ചവടം നടത്തിക്കൊണ്ടുപോകാൻ വലിയ പാടാന്നൊക്കെ ആൾക്കാർ വിദേശത്ത് നിന്ന് വന്ന ചില പ്രവാസികളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങേക്കും അങ്ങനെ ചെറിയൊരു അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, എപ്പോഴും ബന്ധം വേണം, ഒരു ശത്രു പാടില്ല. കാരണം വെച്ചാൽ പൊളിറ്റിക്സാണ്. പൊളിറ്റിക്സ് എതിർത്ത് നമുക്ക് ബിസിനസ് ചെയ്യാൻ പ്രയാസം എവിടെ ആയാലും. അത് നിന്ന് പോവുക. ഈ നമ്മുടെ ഒരു പഴയ മലയാള സിനിമയിൽ ചേട്ടൻ്റെ ശ്രദ്ധപ്പെട്ടെന്ന് അറിയില്ല, പ്രതാപേന്ദ്രൻ പറയുന്നുണ്ട് എനിക്കങ്ങ് ഡൽഹി വരെ പിടിയുണ്ടെന്ന്. അതെ എന്ന് പറയും. ഇന്ന് പറഞ്ഞ ചേട്ടൻ നരേന്ദ്രമോദിയൊക്കെ തന്നെ ഗുജറാത്ത് മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് തന്നെ പരിചയമുള്ളതാണ്. അദ്ദേഹത്തോടൊരു എപ്പോഴും നമുക്കൊരു സൗഹൃദം സൂക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടോ? അങ്ങനെ തിരക്കിലാണല്ലോ അങ്ങനെ സത്യസന്ധമാണ്. എന്താണ് അദ്ദേഹത്തിന്റെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ജീവിതത്തിൽ അങ്ങ് കാണുന്ന, അങ്ങ് വിദേശ നാടുകളിലെ ഒരുപാട് ഭരണാധികാരികളുടെ ബന്ധമുള്ള ആളാണ്. അത് ഈ ഗൾഫിലും നരേന്ദ്രമോദിയെ പറ്റി നല്ല അഭിപ്രായമാണ്. ആണല്ലേ? അങ്ങനെ ഇന്ത്യ നന്നാകണം, അങ്ങനെ നന്നാകണം, ഇന്ത്യ നന്നാകണം എന്ന ഒരാഗ്രഹമുള്ളതാണ്. ഇതിന് വേറെ താല്പര്യമൊന്നുമില്ല, മറ്റ് ഇടം അതിൻ്റെ ഒന്നുമില്ല. ഏറ്റവും അവസാനം എന്നാ കണ്ടത് അദ്ദേഹം? അടുത്ത കാലത്ത് കണ്ടത് ഒരുപാട് വെച്ച കണ്ടുണ്ട്. ഞാൻ മറ്റൊരു അത്യാവശ്യ കാര്യം പറഞ്ഞു, ഒരു തലമുറ മാറ്റം RP ഗ്രൂപ്പിൽ സംഭവിക്കുന്നു എന്ന് ഞാൻ കേട്ടു. അതെ, അതായത് അങ്ങയുടെ 2 മക്കളാണല്ലോ അങ്ങനെയുള്ളത്. അവർ ഒരു മകളും ഒരു മകനും അല്ലേ? ഇവർ രണ്ടുപേരും ചുമതല ഏറ്റെടുക്കുന്നു, അങ്ങ് സിംഹാസനം അവരെ ഏൽപ്പിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള സൂചനയുണ്ടോ? ഇല്ല, എൻ്റെ ആഗ്രഹം മരണം വരെ ജോലി ചെയ്യണമെന്നുള്ള, ലാസ്റ്റ് മിനിറ്റ് അധ്വാനിച്ച് ചെയ്യണം എന്നുള്ള. പൈസ എല്ലാം അത് അങ്ങനെ ഒരു. ഈ മകൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്? മകന് വെളിയിലാണ് MB പാസ്, എന്നെക്കാട്ടുള്ള സ്മാർട്ടാണ്. മോളിവിടെ ഉണ്ട്, എന്നെ വിളിക്കും, വേണം വിളിച്ചാരതി വിളിച്ചു. അവർ MD പാസ്സായി. അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ബിസിനസ്, ഇപ്പോൾ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുകയാണ്. എൻ്റെ സപ്പോർട്ടില്ലാതെ. രണ്ടുപേരും ഡോക്ടേഴ്സാണ്? മകൻ ഡോക്ടറല്ല, മോള് ഡോക്ടറാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പം അങ്ങയുടെ ഒരു വിഷണറി ജീവിതവും ഈ പുതിയ ജൻസി തലമുറയുടെ കാലമാണല്ലോ. അതെ. അപ്പോൾ പുതിയവരിലേക്ക് ഇത് ഒരു ചെറിയ ചുവടുമാറ്റം. എനിക്കറിയാം ഡോക്ടർ രവിപിള്ള എന്ന് പറയുന്ന വ്യവസായ ശൃംഖലയുടെ അധിപൻ ഡോക്ടർ രവിപിള്ള തന്നെയായിരിക്കും. അതെ. അപ്പോൾ അത് ഇവരിലേക്ക് പൂർണ്ണമായി കൈമാറാതെ നമ്മളുടെ ഒരു വിഷൻ അനുസരിച്ച് കുട്ടികൾ വരുന്നു എന്നൊരു തോന്നൽ അങ്ങേക്കുണ്ടോ? മാറ്റം ഒരു 60% ഉണ്ടാവും. ഞാൻ അതിൻ്റെ കൂടെ അത് മോള് വരുമ്പോൾ നമുക്ക് പരിചയപ്പെടാൻ കുഴപ്പമില്ല. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഏതാണ്ട് ഒരു 2 ലക്ഷത്തിന് അടുത്ത് ആൾക്കാർ അങ്ങയുടെ സാമ്രാജ്യത്തിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട് പല രാജ്യങ്ങളിലായിട്ട്. അപ്പോൾ അവരൊക്കെ അവരോടൊക്കെ വളരെ വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പം വളരെ സംതൃപ്തരാണെന്ന് കണ്ടു. ഞാൻ അങ്ങയുടെ വീട്ടിൽ ഒരു ബഹറിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചിറങ്ങുമ്പോഴും ഞാൻ അവിടുത്തെ ഒരു എംപ്ലോയിയോട് ചോദിച്ചു, ആർ യു സാറ്റിസ്ഫൈഡ്? അപ്പോൾ അയാൾ ഐ ആം ഫുള്ളി സാറ്റിസ്ഫൈഡ് എന്ന് അയാൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ തൊഴിലാളികളുടെ സംതൃപ്തി സൂക്ഷിക്കാൻ അങ്ങ് എന്താ ചെയ്യുന്നത്? കാര്യം ഇത്രയും നമ്പറായി, ഇനി അങ്ങയുടെ കാഴ്ചവട്ടത്തിൽ അവർക്ക് എത്താൻ കഴിയുന്നുണ്ടോ? ഞങ്ങളുടെ ഫസ്റ്റ് ആൾക്കാർക്ക് അവരുടെ കംഫർട്ടാണ്. നല്ല താമസ സ്ഥലം, നല്ല ആഹാരം, സമയത്ത് ശമ്പളം, ഇത്രയും കൊടുത്തെങ്കിൽ മാത്രമേ ആൾക്കാർ ഹാപ്പി ആകത്തുള്ളൂ. വിദേശത്ത് അവരുടെ ബന്ധു നമ്മളാണ്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ. ഈ ഇടയ്ക്ക് മോള് വരുന്നുണ്ട്. ഹായ് മോൾ. ഹായ്.
താങ്ക് യു. നൈസ് മീറ്റിംഗ് മോളു. അപ്പം അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ഞാനൊരു മോൾ അവിടെ നിൽക്കണേ ഒരു സെക്കൻഡ്, അച്ഛനോട് ഒന്നുണ്ട് കാര്യങ്ങൾ ചോദിക്കും. ഈ അങ്ങ് ഇടയ്ക്ക് ആരോ പറഞ്ഞു, എന്നെ ഒന്ന് ഞെട്ടിച്ചു, ഡോക്ടർ രവി പിള്ള സിനിമ പിടിക്കാൻ പോകുന്നു. ഇല്ല, അത് പണ്ടൊരു ധാരണ ഉണ്ട്. വിജയൻ എന്ന് പറയുന്ന അതെ, ഒരു പടം പിടിക്കണം. വിജയൻ പിള്ളയായിരുന്നു എൻ്റെ ആള്. അതെ, അങ്ങനെ ഒരു പടം അന്ന് പിടിച്ചു, ഈ പിടക്കോഴി കൂന്ന നൂറ്റാണ്ട്. അതിലുണ്ടായിരുന്നു നമ്മളല്ലേ. ഞാൻ വിജയനുമാണ് ഇത് ചെയ്തത്. അന്ന് ഉപേക്ഷ നമ്മുടെ ചേവടക്കാരി അങ്ങനെ പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അല്ല, കാരണം അറിയാം, അങ്ങേക്ക് മോഹൻലാലുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നത്. മാത്രമല്ല, ഈ സിനിമയിൽ ഇപ്പം നല്ല പ്രൊഡ്യൂസേഴ്സിന് കിട്ടാൻ ഗോപാലേട്ടനെ പോലെ വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ. അപ്പോൾ അങ്ങ് അത്യാവശ്യം കച്ചവടമൊക്കെ നടത്തി രക്ഷപ്പെട്ട ആളെന്ന നിലയിൽ സിനിമാക്കാരുടെ ശ്രദ്ധ മുഴുവൻ അങ്ങേരിലാണ്. ഈ മോഹൻലാലുമായിട്ടുള്ള ഒരു ബന്ധം ഒരു ബ്രദർലി ബന്ധമാണ്, വളരെ അടുത്ത ബന്ധമാണ്, വളരെ സഹോദരി ബന്ധം. അതാണ്. അല്ല, ഞാൻ അങ്ങയുടെ സ്കോളർഷിപ്പിനെ കുറിച്ച് മോഹൻലാൽ ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് നമുക്ക് അതുകൂടെ ഒന്ന് കാണാം. മോഹൻലാൽ അദ്ദേഹം ഏർപ്പെടുത്തിയിട്ടുള്ള RP ഫൗണ്ടേഷൻ, ഡോക്ടർ രവി പിള്ള ഏർപ്പെടുത്തിയിരിക്കുന്ന അക്കാഡമിക് എക്സലൻസ് സ്കോളർഷിപ്പിനെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞു. നമുക്ക് അതൊന്ന് കാണാം. ലാലേട്ടൻ എന്താ പറയുന്നത് അറിയാലോ. നമസ്കാരം. കേരളത്തിലെ പ്രതിഭാശാലികളായ വിദ്യാർത്ഥികൾക്കായി പ്രഖ്യാപിച്ചിട്ടുള്ള ഡോക്ടർ ബി രവിപിള്ള അക്കാഡമിക് എക്സലൻസ് സ്കോളർഷിപ്പ് 2025 ഏറെ ആഹ്ലാദകരവും അഭിനന്ദനീയവുമായ ഒരു കാര്യമാണ്. പ്രമുഖ പ്രവാസി വ്യവസായിയും എൻ്റെ പ്രിയ സുഹൃത്തുമായ ഡോക്ടർ ബി രവിപിള്ളയുടെ നേതൃത്വത്തിലുള്ള രവിപിള്ള ഫൗണ്ടേഷനും നോർക്ക റൂട്ട്സും സംയുക്തമായാണ് ഈ ഉദാത്തമായ പദ്ധതി നടപ്പിലാക്കുന്നത്. പഠനത്തിൽ മികവ് പുലർത്തുന്ന എന്നാൽ സാമ്പത്തികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങാവുക എന്ന ഈ ലക്ഷ്യം ഏറെ അഭിനന്ദനാർഹമാണ്. 10,000-ലധികം അപേക്ഷകരിൽ നിന്നും നിഷ്പക്ഷമായ തിരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്തിയ 1,500 വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. ഹയർ സെക്കൻഡറി, ബിരുദാനന്തര തലങ്ങളിൽ പഠിക്കുന്ന ഈ കൊച്ചുമിടുക്കർ കേരളത്തിൻ്റെ നാളത്തെ വാഗ്ദാനങ്ങളാണ്. പ്രവാസി മലയാളികളുടെ മക്കൾക്കും ഭിന്നശേഷിയുള്ള കുട്ടികൾക്കും ഈ പദ്ധതിയിൽ പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട് എന്നത് ഈ സംരംഭത്തിൻ്റെ മാറ്റുകൂട്ടുന്നു. 2026 ഫെബ്രുവരി 11 തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവர்களுടെ സാന്നിധ്യത്തിൽ ഈ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യപ്പെടുകയാണ്. ഈ നേട്ടം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥികളെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. നാടിൻ്റെ വികസനത്തിന് വിദ്യാഭ്യാസത്തിലൂടെ കരുത്ത് പകരുന്ന ഈ ചടങ്ങിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം ഡോക്ടർ ബി രവിപിള്ളയുടെ ഈ കരുതലിനും കരുണയ്ക്കും ഹൃദയപൂർവ്വം എൻ്റെ സ്നേഹ അഭിവാദനങ്ങൾ. താങ്ക് യു ലാലേട്ടൻ. നമ്മൾ ഡോക്ടർ രവിപിള്ളയായിട്ടുള്ള ഈ സംഭാഷണം തുടരുകയാണ്. തിരുവനന്തപുരത്തെ കോവളം ഹോട്ടൽ, അത് റാവീസ് ഹോട്ടലിന് കീഴിലുള്ള ദ ലീല എന്ന ഹോട്ടലിൽ നിന്നാണ് ഞാൻ ഈ പ്രേക്ഷകരോട് സംസാരിക്കുന്നത്. എനിക്കൊപ്പം ഡോക്ടർ ആരതി കൂടെയുണ്ട്. ഡോക്ടർ രവിപിള്ളയുടെ മകളാണ്. ഡോക്ടർ ആരതി, ഞാൻ ചോദിക്കട്ടെ, അച്ഛൻ്റെ വ്യവസായ സാമ്രാജ്യം അടിച്ചു മാറ്റാനുള്ള പരിപാടി വല്ലതാണ്? അച്ഛൻ പറഞ്ഞേക്കെന്താ അറിയോ, അച്ഛൻ ഈ ലൈവ് ഇൻ്റർവ്യൂ പറഞ്ഞിരിക്കുന്നത് അവസാനം വരെ അധ്വാനമായിട്ട് അച്ഛനുണ്ടാവും ആണല്ലേ. ഓക്കെ, എനിക്കൊന്ന് ബേസിക്കലി ബിസിനസ് ലോകത്ത് ഇൻട്രസ്റ്റഡ് ആണോ ഡോക്ടർ ആരതി? MBBS ഒക്കെ പഠിച്ച് അങ്ങനെ എനിക്കൊന്ന് അമൃതയിലായിരുന്നു പഠിച്ചെന്ന് തോന്നുന്നു അല്ലേ, എനിക്ക് മനസ്സിലായി. അപ്പോൾ ഡോക്ടർ ആരതി ഈ ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞപ്പോഴേ നിങ്ങളൊരു പുതിയ ജൻസി സംസ്കാരമുള്ളവരാണല്ലോ. അച്ഛൻ ഞങ്ങൾ അതല്ലേ കുറവല്ലേ, അപ്പോൾ ജൻസി വരെ വരത്തില്ലല്ലോ. അപ്പോൾ ഈ അച്ഛൻ്റെ ഈ ബിസിനസ് ലോകത്തിലേക്ക് കിടക്കുമ്പോൾ കാണുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്താണ്? ചലഞ്ച്, ഡാഡിയുടെ ഷൂസ് ആർ വെരി ബിഗ് ടു ഫിൽ ഇൻ. അപ്പം വലിയൊരു സ്റ്റേച്ചർ ഓൾറെഡി ലെഗസി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലെവലിൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ ഫീറ്റ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, നമ്മൾ അവിടെ തന്നെ ഇരിക്കണം. ചിലപ്പോൾ എനിക്കൊരു ചോദ്യം ചോദിക്കേണ്ടതല്ലോ. അതെ അതെ അതെ. അല്ല, ഈ ബിസിനസ്സിലേക്ക് കടന്നിട്ട് എത്ര വർഷമായി? കല്യാണം കഴിഞ്ഞിട്ടുണ്ട്? കല്യാണം കഴിഞ്ഞപ്പോൾ 10 വർഷമായി. 10 വർഷമായി. ആ, ഓക്കെ ഓക്കെ. ഇപ്പം ബിസിനസ്സിൽ കയറിയിട്ട് ഒരു 5 years ആയി. ഇപ്പോൾ എവിടെയാ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്? ഇപ്പം ഞാൻ പുതിയതായിട്ടൊരു സ്കിൻ കെയർ ബ്രാൻഡ് തുടങ്ങിയിട്ടുണ്ട്. ഓ, പുതിയ, ഓ അത് ശരി. ആ, എന്താ ബ്രാൻഡിന്റെ പേര്? 3 മാസമായിട്ടേ. അച്ഛൻ്റെ നിഴലല്ല, വേറെ അല്ലേ? ചെയ്യണം എന്നുള്ള ആഗ്രഹം. ഓക്കെ ഓക്കെ. അതിന്റെ ആ ബ്രാൻഡിന്റെ നെയിം എന്താ? ഹാർട്ട്, HART. ഓ, എന്താ അത്? പ്രോഡക്റ്റ് എന്താണ്? കൊറിയൻ സ്കിൻ കെയർ ആണ്. പുതിയതായിട്ടൊരു സ്കിൻ കെയർ ഒരു എൻ്റെ ഈ മോന്തയിൽ എന്ത് ചെയ്യാൻ പറ്റും അത് വെച്ചിട്ട്?
ആക്ച്വലി നമ്മൾ മെയിൻ്റെനൻസ് ആണ് പറയുന്നത്. ബാരിയർ സ്കിൻ കെയർ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാനുഫാക്ചറേഴ്സ് ആണ്. നമ്മൾ കൊറിയയിൽ ശരിക്കും പറഞ്ഞാൽ ഹോൾസെയിലാണോ നിങ്ങൾ? ഹോൾസെയിൽ ഓൺലൈൻ ആണ് മെയിൻ ആയിട്ട്. നമ്മളിപ്പോൾ 3 മാസമായിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ട്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. അപ്പോൾ അങ്ങയിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടി ഇത്രയധികം തൊഴിലാളികളെ അങ്ങ് കൊണ്ടു നടക്കുന്നത് സാധാരണ ഇത് ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ മലയാളികളെ നാട് കടത്തി വിദേശത്ത് കൊണ്ടുപോയാലും പലപ്പോഴും അവരെ പ്രൊഫഷണൽ ആക്കാൻ വലിയ പാടാണെന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്? അവിടെ മാറ്റം ഉണ്ടാവും. കാരണം വെച്ചാൽ അവിടെ മറ്റ് പല നാഷണാലിറ്റീസും വർക്ക് ചെയ്യുന്നു. ആത്മാർത്ഥമായിട്ട് എല്ലാ മാസവും അവന് ഒരു വീട്ടിലേക്ക് ഇത്ര രൂപ അയക്കുന്ന സന്തോഷമാണ്. അതുകൊണ്ട് അവർ ഇത്രയും കൂടുതൽ പൈസ ഉണ്ടാകും. പിന്നെ ഒരു മലയാളി ഗൾഫിൽ ചെന്നാൽ അവൻ്റെ രാജ്യത്തോടും അവൻ്റെ കുടുംബത്തോടും ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടാകും. അതാണ് എൻ്റെ മെയിൻ കാരണം. അല്ല, ഈ കൃത്യമായിട്ട് ഇവരൊക്കെ വീട്ടിലേക്ക് പൈസ അയക്കുന്നു അങ്ങ് അന്വേഷിക്കാറുണ്ട്? പൈസ ഈ ആദ്യം സൗദിയിൽ മറ്റേ വെള്ളമടിക്കാനൊന്നും മാർഗ്ഗമില്ല. എല്ലാ ചിലവും കമ്പനിയാണ്. മെഡിക്കലായാലും ഫുഡായാലും അക്കോമഡേഷൻ എല്ലാം. അല്ലാ ചിലവൊന്നുമില്ല. വളരെ അവർ മത്സരമാണ്. പൈസ എത്രയും മാക്സിമം പൈസ നാട്ടിലേക്ക് അയക്കണം എന്നൊരു കോമ്പറ്റീഷനാണ്. എന്നെ ഏറ്റവും ആകർഷിച്ചൊരു കാര്യം അങ്ങ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ അപ്പോൾ നമ്മുടെ ഈ മലയാളികളൊക്കെ ഒരു കാലത്ത് ധരിക്കുന്നുണ്ട് ഈ 50 ഡിഗ്രി ചൂടിലൊക്കെ പോയി പണിയെടുത്ത് പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള പണിയാണ്. അത് എളുപ്പമല്ല. നിങ്ങളും യൂസഫലി പോലുള്ള ആൾക്കാരൊക്കെ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങയുടെയൊക്കെ ഒരു കാര്യത്തിൽ ആലോചിക്കുമ്പോൾ അങ്ങ് ഒരുപാട് ചാരിറ്റിയൊക്കെ അങ്ങ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതാണ് എന്നെ ഏറ്റവും അങ്ങിലേക്ക് ആകർഷിക്കുന്ന ഒരു കാര്യം. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ക്ലേശങ്ങളുള്ള ഒരുപാട് മലയാളികളുണ്ട്. നമ്മൾ ഒരുപാട് രക്ഷപ്പെട്ട മലയാളികളുണ്ട്, ഒരുപാട് നശിച്ചുപോയ മലയാളികളുണ്ട്, ഇതിനിടയിൽ ഒരു മധ്യവർഗമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഓപ്പറേഷൻസ് തുടങ്ങിയിട്ട് കുറച്ച് കാലമായി ഈ ചാരിറ്റി ഓപ്പറേഷൻ തുടങ്ങി വളരെ നേരത്തെ 85-ലാണ് അന്ന് അങ്ങനെ എനിക്കൊന്ന് ചവറ തുടങ്ങിയത്. അതെ, NSSൻ്റെ നാരായണ പണിക്കർ എന്നിട്ട് ധാരാളം സ്ത്രീകൾക്ക് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി തയ്യൽ മെഷീൻ അതാണ് ആദ്യം കുടിപ്പം. ഒരു 10,000 ആൾക്കാർക്ക് തയ്യൽ മെഷീൻ കൊടുത്തു അന്നത്തെ കാലത്ത്. അതിലെ തുടക്കം. പിന്നീട് ഞാൻ അങ്ങേ ശ്രദ്ധിച്ചത് കുറേ ആൾക്കാരെ അങ്ങ് കല്യാണം കഴിപ്പിച്ചു. അതെ, ഇഷ്ടം കണ്ടിന്യൂസ് ആയിട്ട്. അതെ, 2 times ആയിട്ട്. അതൊക്കെ ഇപ്പോഴും തുടരുന്നുണ്ടോ? ഇപ്പോഴും ആൾക്കാരെ കിട്ടാനില്ല. ഇല്ല, ഗവൺമെൻറ് ഡ്രസ്സും 10 പവൻ സ്വർണ്ണം പോക്കറ്റ് മണി ഉൾപ്പെടെ നമ്മൾ കൊടുത്താണ് നടത്തുന്നത്. ഈ എനിക്ക് ഗൾഫിൽ പോയിട്ടുള്ള പ്രവാസികളെ ശ്രദ്ധിക്കുമ്പോൾ അമേരിക്കയിലും UK താമസിക്കുന്ന പ്രവാസികളെ പോലെയല്ല. അവർക്ക് ഇവിടെ ഇലയൊന്നും അനങ്ങിയ കാറ്റൊന്നും അടിച്ചാൽ അവർക്ക് ടെൻഷനാണ്. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ കേരളത്തിലുണ്ടായ ഏത് സംഭവം അങ്ങ് വേദനിപ്പിച്ചത്? കേരളത്തിലെ ഓരോ ചാനലിനും പ്രശ്നം ഉണ്ടാവും, എന്തുണ്ടായാലും. ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം ഉണ്ടായപ്പോൾ ഏറ്റവും വലിയ പ്രയാസമുണ്ട് നമുക്കാണ്. ഞാൻ തന്നെ ഒരു വലിയ എമൗണ്ട് കേരള ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തു. പിന്നെ ഈ ഗൾഫിലെ എല്ലാം കൂടെ പിരിച്ച് 26 കോടി രൂപ CMൻ്റെ ഫണ്ടിൽ കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, ഈ പണമൊക്കെ കൃത്യമായിട്ട് അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തുന്നു എന്ന് അങ്ങനെ ഉറപ്പുവരുത്തും? ഇല്ല, എൻ്റെത് ഞാൻ നോക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തു. അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. സത്യസന്ധരായ നല്ല ആൾക്കാർ. ഇപ്പം ഇതിൻ്റെ കണക്ക് വയ്ക്കുമ്പോൾ അവരെ കണക്ക് കരുതുന്നത് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ആൾക്കാരെ എടുക്കുകയുള്ളൂ. ഈ ഒരുപാട് ആൾക്കാരും ഒരുപാട് ബിസിനസ്സും ഒരുപാട് തിരക്കും അലച്ചിലും ഒക്കെ ആയിട്ട് കഴിയുന്ന സമയത്ത് ഡോക്ടർ രവിപിള്ള മുൻകോപിയാവാറുണ്ടോ? ക്ഷമ കെട്ടുപോകും, ചിലപ്പോൾ വഴക്ക് പറയും. പക്ഷെ അപ്പം അതുപോലെ ഈ ചൂടാകുമ്പോൾ പറയാൻ നിൽക്കത്തില്ല. നിൽക്കത്തില്ല. അപ്പം പറഞ്ഞു പോകും. നമുക്കൊരു ഹൃദയം ഉണ്ടോ നമ്മൾ തെളിയിക്കും. അപ്പം അത് എന്തായാലും മുഖത്ത് പോയി പറയും. പക്ഷെ അത് അവർക്കും അറിയാം. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ കംപ്ലീറ്റ് ഡൗൺ ആയി. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ കേരളത്തിലെ വ്യവസായങ്ങളെ ശ്രദ്ധിക്കുമ്പോഴും നമ്മൾ ഇവിടുത്തെ ജീവനക്കാരെ ശ്രദ്ധിക്കുമ്പോഴും നമ്മളിലൊരു സൗന്ദര്യപരമായൊരു മാറ്റം വേണം എന്നൊരു വിഷണറി എന്നുള്ള നിലയിൽ അങ്ങ് കാണുന്ന ഏത് മേഖലയിലാണ്? എല്ലായിടത്തും വേണം. ഈ ഹോസ്പിറ്റലിൽ സെപ്പറേറ്റ് ചില പല രാജ്യങ്ങളിലെ ആൾക്കാരെ വരുന്നത്. അവരുടെ സംസ്കാരം നമ്മുടെ സംസ്കാരം വ്യത്യാസമുണ്ട്. നമുക്കറിയാം ഈ യൂറോപ്യൻസ് അമേരിക്കൻ എങ്ങനെ അവരുടെ സ്റ്റാൻഡേർഡ് ഇപ്പം അവരുടെ വീടായാലും എന്തോ ആയാലും അവരുടെ വീടിനെ കെട്ടിൽ അവരുടെ ടോയ്ലറ്റാണ് ഏറ്റവും സൂപ്പറായിട്ട് ക്ലീൻ ചെയ്യുന്നത്. ഏറ്റവും ക്ലീനും നീറ്റും വളരെയായിട്ട്. ഇവിടെ അടുത്തുള്ളവർക്ക് അത്ര ഇതില്ല. ഫ്രണ്ട് വെക്കും, ടോയ്ലറ്റ് മോശമായിരിക്കും. അത് നമ്മൾ തുടങ്ങണം എല്ലാത്തിലും. ഈ നമ്മൾ വീണ്ടും അങ്ങോട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. അത് നമുക്ക് വിശദമായി ചോദിച്ച് നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും പിന്നെ വേറൊരു പ്രോഗ്രാമായിട്ട് നമുക്ക് 24-നും കൊടുക്കാം. 24-നൊക്കെ അങ്ങ് വളരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ എനിക്ക് സന്തോഷമുണ്ട്. കാരണം അങ്ങേപോലുള്ള ആൾക്കാർ വിദേശ നാടുകളിൽ പോകുന്നതുകൊണ്ടൊക്കെയാണ് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് പല സൗകര്യങ്ങളും കിട്ടുന്നതെന്നുള്ളത് ഞാൻ നന്ദിയോടെ മനസ്സിലാക്കുന്നു. അതേസമയം അങ്ങോട്ട് എനിക്ക് ചോദിക്കാനുള്ള ഈ സ്കോളർഷിപ്പിലൂടെ ഒരുപാട് കുട്ടികൾക്ക് പഠന സൗകര്യം കിട്ടാൻ പോവുകയാണ്. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രിയാണ് ഇന്ന് വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യുക. അപ്പോൾ ഒരുപക്ഷെ ഈ കുട്ടികൾ ഇതിനെ വളരെ സീരിയസ് ആയി കാണണമെന്ന് അങ്ങേക്ക് നിർബന്ധമുണ്ടല്ലോ. ഈ കിട്ടുന്ന പണമൊക്കെ അവർ കൃത്യമായിട്ട് നന്നായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ ഈ വിദേശ നാടുകളിലേക്ക് നമ്മുടെ കുട്ടികൾ പോകുന്നവർ മടങ്ങി വരുന്നില്ല. കേരളത്തിൽ കളവന്മാർ മാത്രമായി പോകും, കളവിൽ മാത്രമാണെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്.
വൃദ്ധജനങ്ങളുടെ ഒരു അധിവാസ കേന്ദ്രമായിട്ട് കേരളം മാറും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഈ സ്കോളർഷിപ്പ് കിട്ടുന്ന കുട്ടികളോട് അതും അടുത്ത 50 കൊല്ലത്തേക്ക് എനിക്കൊന്ന് ഡോക്ടർ ആരതിക്കൊക്കെ വലിയൊരു ജോലിയായിട്ട് മാറും. അതാണ് അവരെ കൊണ്ട് വിളിച്ചത്. അത് നന്നായി. 50 കൊല്ലം നോക്കണം കുട്ടികളോടും അവരുടെ രക്ഷാകർത്താക്കളോടും ഈ അവസരത്തിൽ പ്രത്യേകിച്ച് ഒരു സുവർണ്ണ നിമിഷമാണ്. ഒരുപക്ഷെ ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആരെങ്കിലും 515 കോടി രൂപ 525 കോടി രൂപ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഏർപ്പെടുത്താൻ, വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഏർപ്പെടുത്താൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ യൂട്യൂബിലൊക്കെ ശ്രമിച്ച് നോക്കിയപ്പോൾ ഗൂഗിളൊന്നും പറയുന്നില്ല അങ്ങനെ ആരെങ്കിലും ചെയ്തതായിട്ട്. അപ്പോൾ എന്തായാലും ആ കാര്യത്തിൽ അങ്ങ് തീർച്ചയായിട്ടും കേരളത്തിലെ എല്ലാ 10-42 ലക്ഷം വിദ്യാർത്ഥികൾ കേരളത്തിലുണ്ട്, സ്കൂളുകളിൽ തന്നെ ഹയർ സെക്കൻഡറി വരെ, അല്ലാതെ 10-18 ലക്ഷം ഉണ്ട്. അപ്പോൾ ഇത്രയും കുട്ടികൾക്ക് വേണ്ടി അങ്ങയോട് ഞാനൊരു നന്ദി പറയുന്നു. അതോടൊപ്പം ഈ കുട്ടികളോടും, കാരണം ഇതൊക്കെ നമ്മൾ വളരെ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ പൈസ തന്നെയാണ്. അപ്പോൾ ഈ രക്ഷകർത്താക്കളോടും കുട്ടികളോടും അങ്ങ് എന്താ പറയുക? കുട്ടികൾ അതെനിക്കൊന്ന് അങ്ങേക്ക് ഈ ക്യാമറ നോക്കി പറയാം, കാര്യം ഇത് അവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യലാണ്. കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുക, പഠിച്ചു എത്ര ഉന്നതരായാലും ഒരിക്കലും അവരുടെ പേരൻസിനെ ഒരിക്കലും മറക്കാൻ പാടില്ല. നമ്മുടെ ജന്മസ്ഥലവും ഒരിക്കലും മറക്കാൻ പാടില്ല. കഴിയുന്നത്ര സഹായം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഈ കുട്ടികളെല്ലാം നല്ല ഉന്നത നിലയിൽ എത്തുന്നത് 100% ഉറപ്പാണ്. ഇവർ പഠിക്കുന്ന കുട്ടികളാണ്. അവർക്ക് ഈ ലോകത്തുള്ള എല്ലാ വലിയ കമ്പനികളുടെയും CEO ഉൾപ്പെടെ പല ആൾക്കാരും നമ്മുടെ മലയാളികളാണ്, അല്ലെങ്കിൽ ഇന്ത്യക്കാരാണ്. ആ രീതിയിൽ എത്താൻ നിങ്ങൾ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. കഠിനാധ്വാനമാണ് മെയിൻ. പേരൻസ് ആണെങ്കിൽ ഇവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും പഠിക്കാൻ വേണ്ടി കൊടുക്കുക. ചേട്ടാ, ഒരു ചോദ്യം കൂടി. അതായത് ഇപ്പോൾ നമുക്ക് ഏറ്റവും സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഈ മയക്കുമരുന്നിൻ്റെ ഒക്കെ സ്വാധീനം കൂടി. നമ്മളൊരു 30 ദിവസം കേരളത്തിൽ നടന്നു. എനിക്കൊന്ന് റാവീസും ഹോട്ടലും ഒക്കെ നമ്മളോട് ഭയങ്കരമായിട്ട് സഹകരിച്ചു. SKN40 എന്ന പേരിൽ എൻ്റെ 40 കൊല്ലം മീഡിയ പൂർത്തിയായ സമയത്താണ് ഞാൻ ഈ 14 ജില്ലയിൽ നടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമായി. കാര്യം യങ്സ്റ്റേഴ്സൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ, ഈവൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പോലും MDMAക്ക് അഡിക്റ്റാണ് എന്ന് പറയുന്ന വാർത്തകളുണ്ടായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ യങ്സ്റ്റേഴ്സൊക്കെ ഒരു നല്ല നിലയിലെത്തണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുള്ള ഒരു വിഷണറി വ്യവസായി എന്നുള്ള നിലയിൽ ഈ ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടും അങ്ങ് എന്ത് പറയും? കാരണം നമ്മുടെ പല വീട്ടമ്മമാരും ഭയങ്കര സങ്കടത്തിലാണ്, വല്ലതും പുറത്ത് പറയുന്നില്ല. അതെ, എൻ്റെ അഭിപ്രായം അത് തന്നെ. പേരൻസാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മക്കളെ. അവരുടെ എന്താണ് വേഗം റൂം ചെക്ക് ചെയ്യുക, എന്താണ്, അത് അങ്ങനെ മാത്രമേ പറ്റുള്ളൂ. പേരൻസ് സഹായിച്ചാൽ മന്നം. പേരൻസാണ് അവരുടെ മെയിൻ അഡ്വൈസേഴ്സും സുഹൃത്തും. എങ്കിൽ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. പിന്നെ നോക്കണം ആരാണ് അവരുടെ ഫ്രണ്ട്സ്, അവരെ പറ്റി പഠിക്കുക, അവരുടെ ഫാമിലിയായിട്ട് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, അതായിരിക്കും. താങ്ക് യു ചേട്ടാ. ഡോക്ടർ രവിപിള്ള അക്കാഡമിക് എക്സലൻസ് സ്കോളർഷിപ്പിന് എല്ലാവിധമായ ഭാഗങ്ങളും, മാത്രമല്ല കുട്ടികൾക്ക് അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാകട്ടെ. അങ്ങയുടെ ആയുസ് ബലവും കൂടും. താങ്ക് യു ഡോക്ടർ ആരതി. താങ്ക് യു. എന്തായാലും നിങ്ങൾ ഡോക്ടർ രവിപിള്ളയെ കേൾക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു അക്കാഡമിക് എക്സലൻസ് സ്കോളർഷിപ്പ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഏകദേശം കിട്ടിക്കാണുന്നുള്ള വിശ്വാസം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.